എല്ലാവർക്കും നമസ്കാരം. CC ജനറൽ PSC ചാനലിന്റെ മറ്റൊരു യൂസ്ഫുൾ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ കമ്പനി ബോർഡ് LGS പരീക്ഷയ്ക്ക് നമ്മൾ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനി ബോർഡ് LGS പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകാറുണ്ട്. കാരണം എന്താണ്? ഒരുപാട് അഡ്വൈസുകൾ നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS പരീക്ഷ. ഈ കമ്പനി ബോർഡ് LGS പരീക്ഷ 2026 നടന്നുകൊണ്ട് 2027 നമ്മുടെ മുമ്പിലേക്ക് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയാണ്. ആ 2027 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ അതിൽ ആദ്യത്തെ 500-നകത്തേക്ക് നമ്മളുടെ പേരുകൾ എത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കമ്പനി ബോർഡ് LGS പരീക്ഷകളിലെ 80 മാർക്കിന്റെ GKയും 20 മാർക്കിന്റെ മാത്സ് ചോദ്യങ്ങളുമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ മാത്സ് ചോദ്യങ്ങളാണ് സ്വാഭാവികമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു അല്പമെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബാക്കിയൊക്കെ അവർക്ക് വായിച്ചു മനസ്സിലാക്കി പഠിച്ചു മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ് എന്നാണ് പൊതുവെ ഉള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു സജഷൻ അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയുന്നത്. സോ ആ ഒരു താല്പര്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് മാത്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു 6-7 ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്തു. ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും മറ്റൊരു മാത്സിന്റെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലയളവിലെ കേരള PSC ചോദിച്ചു മാറിയ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ബോർഡിൽ കാണിക്കുന്ന ഓരോ ചോദ്യങ്ങളും ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി നിങ്ങൾ വൃത്തിയായിട്ട് എഴുതി അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഏറ്റവും ഭംഗിയായിട്ട് നമ്മുടെ മുമ്പിൽ നിന്നും അവസാനിക്കുകയും ചെയ്യും. സോ അതിന്റെ ഭാഗമായിട്ടാണ് മുമ്പിൽ വന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് നമുക്കൊരു 3 മാസം മുതൽ 4 മാസം വരെയാണ് പഠിക്കുവാൻ കിട്ടുന്നത്. തുടർന്ന് ഒരു 5 മാസം മുതൽ 6 മാസം വരെയുള്ള ഗ്യാപ്പില്, അതായത് പിന്നീട് ഒരു 1-2 മാസം കൂടി കഴിയുമ്പോൾ നമ്മുടെ മെയിൻസ് പരീക്ഷകളും അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുറെ നാളുകൊണ്ടുള്ള നമ്മുടെ കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ ഒരു LGS നിയമന സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ നടന്നീങ്ങിയ ആ ഒരു യാത്രയുണ്ടല്ലോ, അത് അവസാനിക്കാൻ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ആ നമ്മുടെ ഒരു സ്വപ്നം 2026 യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പരീക്ഷ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ പൊതുവെ പറഞ്ഞ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്ക് അതിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൂടി ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മറ്റൊരു ക്ലാസ്സിലേക്കാണ്. അതായത് ശതമാനം, ലാഭനഷ്ടം, ഈ 2 ചാപ്റ്ററുകളിൽ നിന്നും കേരള PSC വിവിധ പരീക്ഷകളിലെ ചോദിച്ചു മാറിയ ചോദ്യങ്ങളെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുമ്പോൾ അത് വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിലെ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ മക്കളെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എടാ കുഞ്ഞുങ്ങളെ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു പലചരക്ക് കടയിലെ ഒരു റൊട്ടിയുടെ വില 25% വർദ്ധിക്കുന്നു. തുടർന്ന് പുതിയ വില 25% കുറയ്ക്കുന്നു. യഥാർത്ഥ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രെഡിന്റെ അവസാനത്തെ വില എത്രയാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷനും തന്നിട്ടുണ്ട്. അതായത് യഥാർത്ഥ വിലയേക്കാൾ കൂടുതലാണെന്ന് പറയുന്നു, കുറവാണെന്ന് പറയുന്നു, മാറ്റമില്ല എന്നതുൾപ്പെടെയുള്ള 4 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. നമ്മൾ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ പലതവണ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എടാ, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില X% വർദ്ധിപ്പിച്ചിട്ട് അതേ ശതമാനം തന്നെ കുറയ്ക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില എത്ര ശതമാനമാണോ വർദ്ധിപ്പിക്കുന്നത് അത്ര ശതമാനം തന്നെ കുറയ്ക്കുകയാണെങ്കിൽ
എപ്പോഴും എപ്പോഴും x² / 100% കുറവായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഒരു സാധനത്തിന്റെ വില x% കൂട്ടിയിട്ട് x% കുറയ്ക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും x² / 100% കുറവായിരിക്കും എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ 25% കൂട്ടിയിട്ട് 25% കുറയ്ക്കുകയാണെങ്കിൽ 25ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 100% കുറയും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 625 ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. 625നെ 100 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ 6.25% കുറയും എന്നുള്ളതാണ് അതിന്റെ ഫൈനൽ ആൻസർ. അതായത് യഥാർത്ഥ വിലയേക്കാൾ കുറവാണ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട 1 മിനിറ്റ് സമയം ഈ ചോദ്യത്തിന് മേൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ബുക്കിനകത്തേക്ക് എഴുതുക മക്കളെ, ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില x% കൂട്ടിയിട്ട് x% തന്നെ കുറയ്ക്കുകയാണെങ്കിൽ എല്ലായ്പ്പോഴും x² / 100% കുറവായിരിക്കും കുറവായിരിക്കും കുറവായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിന്റെ വില ഒരു 40% കൂട്ടി 40% കുറയ്ക്കുകയാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് ചെയ്യാനും തന്നു. അതായത് റൊട്ടിയുടെ വില 40% വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നു, തുടർന്ന് 40% കുറയ്ക്കുന്നു. യഥാർത്ഥ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്തു മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ ചോദ്യം, ഒരു അരി സഞ്ചിയുടെ യഥാർത്ഥ ഭാരം 50 കിലോഗ്രാം ആണ്. തിടുക്കത്തില് 50.5 കിലോഗ്രാം തൂക്കം വന്നു. പിശക് ശതമാനം എത്ര? എറർ പെർസെന്റേജ് എത്ര? പിശക് ശതമാനം എത്ര എന്നാണ് ചോദ്യം. 50 കിലോഗ്രാം ആയിരുന്നു 50 കിലോഗ്രാം ആയിരുന്നു പക്ഷെ നമ്മൾ അറിയാതെ 50.5 കിലോഗ്രാം കൊടുത്തു. 50 കിലോഗ്രാം കൊടുക്കേണ്ടതിന് പകരം 50.5 കിലോഗ്രാം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ എറർ അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത് 0.5 കിലോഗ്രാം ആണെന്ന് മനസ്സിലായില്ലേ അല്ലേ? അതായത് 50 കിലോഗ്രാം കൊടുക്കേണ്ടതിന് പകരം 50.5 കിലോഗ്രാം കൊടുത്തു എങ്കിൽ അവിടുത്തെ പിശക് എന്ന് പറയുന്നത് 0.5 ആണ്. പിശക് 0.5 കിലോഗ്രാം ആണെന്ന് മനസ്സിലാക്കുക. പിശക് എന്ന് പറയുന്നത് 0.5 കിലോഗ്രാം ആണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിശക് ശതമാനം എത്ര എന്നാണ് ചോദ്യം. ചെയ്യേണ്ട പരിപാടി, കുഞ്ഞുങ്ങളെ, ആ പിശക് ഉണ്ടല്ലോ, ആ സാധനത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. പിശക് എത്ര? 0.5 അല്ലേ? അതിനെ നിങ്ങൾ സിമ്പിൾ ആയിട്ട് 100 കൊണ്ട് ഗുണിക്കുക. പിശക് എത്രയാണോ കിട്ടിയത് ആ സാധനത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ ഒറിജിനൽ വാല്യൂ ഉണ്ടല്ലോ, യഥാർത്ഥ വാല്യൂ, അത് താഴെ എഴുതണം. യഥാർത്ഥ വാല്യൂ താഴെ എഴുതുക. യഥാർത്ഥ വാല്യൂ താഴെ എഴുതണം. യഥാർത്ഥ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 അല്ലേ? 50 താഴെ എഴുതിക്കൂ. ഒന്നും കൂടെ പറയാം മക്കളെ, ഏതെങ്കിലും ഒരു സാധനം അതിന്റെ തൂക്കം പറഞ്ഞിട്ട് അത് കൊടുത്ത രീതിയിൽ ഒരു തെറ്റുണ്ടായി, അങ്ങനെയാണെങ്കിൽ പിശക് ശതമാനം എത്രയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പിള്ളേരെ ഒന്നുമില്ല, ആ പിശക് അങ്ങോട്ട് കണ്ടുപിടിച്ചിട്ട് ആ സാധനത്തിനെ 100 കൊണ്ട് ഗുണിക്കുക. യഥാർത്ഥ നമ്പർ താഴെ എഴുതുക. യഥാർത്ഥ നമ്പർ താഴെ എഴുതണം. യഥാർത്ഥ നമ്പർ താഴെ എഴുതണം. അതാണ്ടേ യഥാർത്ഥ നമ്പർ എന്ന് പറഞ്ഞാൽ 50 ആണ്.
50 താഴെ എഴുതി വെച്ചു. നമുക്കറിയാം 50ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 100. ശരിയല്ലേ? 50നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണല്ലോ 100 കിട്ടുന്നത്. 50ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 100. 2നെ 0.5 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ പക്ക. അപ്പൊ നിങ്ങൾ പറയും, സാറേ ദശാംശ സംഖ്യ കിടക്കുമ്പോൾ എങ്ങനെയാണ് ഗുണിക്കേണ്ടത്? എടാ കുഞ്ഞുങ്ങളെ, ദശാംശ സംഖ്യകൾ കിടക്കുമ്പോൾ ഗുണനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ദശാംശ സംഖ്യകളെ ഗുണിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് ആ സംഖ്യക്ക് ദശാംശ സിമ്പൽ ഇല്ല എന്നങ്ങ് കരുതണം. അപ്പൊ നിങ്ങൾ പറയും, അങ്ങനാണെങ്കിൽ സാറേ അവിടുത്തെ സംഖ്യ 5 അല്ലേ? ആണ്. എടാ 5നെ 2 കൊണ്ട് ഗുണിക്കുക. I 2 എത്ര? I 2 10. എന്നിട്ട് ദശാംശം ആ പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റിന് ശേഷം എത്ര അക്കം ഉണ്ടായിരുന്നു? ഒരക്കം അല്ലേ? അതുകൊണ്ട് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തുക. അപ്പോൾ 10 നമുക്ക് കിട്ടിയത്. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തി. അപ്പൊ നമുക്ക് 1.0 എന്ന് കിട്ടി. 1.0 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ ഉത്തരം 1% എന്ന് എഴുതി അവസാനിപ്പിക്കുക. ക്ലിയർ? പക്ക ക്ലിയർ? ഒന്നും കൂടെ പറയാം. അതായത് പിശക് എത്രയാണോ ആ സാധനത്തിനെ 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ആക്ച്വൽ നമ്പർ താഴെ എഴുതുക. ഇവിടുത്തെ പിശക് എന്ന് പറയുന്നത് 0.5 ആണ്. അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ആക്ച്വൽ നമ്പർ 50 ആണ്. 50 താഴെ എഴുതി വെച്ചു. 50നും 100ഉം കൂടെ വെട്ടിയാൽ മുകളിൽ 2 വരും. 2നെ 0.5 കൊണ്ട് ഗുണിക്കണം. ദശാംശ സംഖ്യകളെ ഗുണിക്കാൻ ആദ്യം അവിടുത്തെ പൂർണ്ണമായ സംഖ്യകൾ മാത്രം മനസ്സിൽ വിചാരിക്കുക. പൂർണ്ണമായ സംഖ്യ 5 ആണ്. 5ഉം 2ഉം കൂടെ ഗുണിച്ചാൽ 10 വരും. പിന്നെ ഇവിടെ ഒരു ദശാംശം, ഒരു പോയിന്റിന് ശേഷം ഒരു അക്കമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തുക. 2 സ്ഥാനം ഉണ്ടെങ്കിൽ 2 സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തണം. ഇവിടെ ആകെ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തുക. അപ്പോൾ 5 × 2 10 ആയിരുന്നു. 10ന്റെ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയാൽ 1.0 എന്ന് വരും. 1.0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് മനസ്സിലാക്കുക. കാരണം പോയിന്റിന് ശേഷം വരുന്ന പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. അപ്പൊ 1.0 എന്ന് കിട്ടിയാൽ അതിന്റെ അർത്ഥം 1 ആണ്. ഉത്തരം 1% എന്ന് വരും. റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ദാ പിടിച്ചു. ഓരോ ചോദ്യങ്ങളിലും ഞാൻ ഓരോ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് ഓരോ ചോദ്യങ്ങളും ചെയ്തിട്ട് അതിന്റെ ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ഒരു അരിസഞ്ചിയുടെ യഥാർത്ഥ ഭാരം 70 കിലോഗ്രാം ആണ്. തിടുക്കത്തിലെ 75 കിലോഗ്രാം തൂക്കം വന്നു. എടാ കുഞ്ഞുങ്ങളെ, അങ്ങനെയാണെങ്കിൽ പിശക് ശതമാനം എത്ര, അല്ലെങ്കിൽ എറർ പെർസെന്റേജ് എത്ര എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ട് വൃത്തിയായിട്ട് ആൻസർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ചോദ്യം നമ്മൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. 25% ഓഫ് 24. ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം ഗുണിക്കുക എന്നാണ് അർത്ഥം. ഓഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഗുണിക്കുക. മറന്നു പോകരുത്. എവിടെയെങ്കിലും ഓഫ് കണ്ടാൽ നിങ്ങൾ ഞെട്ടരുത്. ഓഫിന്റെ അർത്ഥം മലയാളത്തിലെ ഇൻഡേ എന്ന് പറയും, അല്ലെങ്കിൽ യുഡേ എന്ന് പറയും. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഗുണിക്കുക, ഗുണിക്കുക, ഗുണിക്കുക. അപ്പോൾ ഓഫ് കണ്ടാൽ ഗുണിക്കുക. അപ്പോൾ 25% എന്ന് പറഞ്ഞാൽ 25/100 ആണെന്ന് മനസ്സിലായി. ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. 24 അതുപോലെ എഴുതി വെച്ചു. പ്ലസ് ചിഹ്നം കൊടുത്തു. വീണ്ടും 25%, 25/100 എഴുതി വെച്ചു. ഓഫിന് പകരം ഗുണനചിഹ്നം കൊടുത്തു. 32 അതുപോലെ എഴുതി വെച്ചു. പിന്നെ നമ്മൾ ഒരു മൈനസ് ചിഹ്നം കൊടുത്തു. 14% എന്ന് പറഞ്ഞാല് 14/100 എന്ന് എഴുതി വെച്ചു. എടാ, ഓഫിന് പകരം ഗുണിച്ചു. 350 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഒന്നും കൂടെ എന്റെ കൂടെ ആഞ്ഞു പിടിച്ചോ. ഒന്നും കൂടെ പറഞ്ഞു തരാം.
25% എന്ന് പറഞ്ഞാൽ 25/100 ഓഫ് എന്ന് പറഞ്ഞ അർത്ഥം ഗുണിക്കുക. ഓഫിന് പകരം ഇന്റെ യുടെ കണ്ടാലും ഗുണിക്കുക എന്നാണ് അർത്ഥം. ഇനി പതുക്കെ വെട്ടിക്കൂ. താണ്ടേ 25ഉം 100ഉം കൂടെ ഒറ്റയടിക്ക് 25 കൊണ്ട് വെട്ടിക്കൂടെ? 25 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 25 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. 25നെ 25 കൊണ്ട് ഹരിച്ചാൽ 1. എടാ 100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4 വരും. 100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4. താഴെ കിടക്കുന്ന 4 മേളിൽ കിടക്കുന്ന 24 കൂടെ 4 കൊണ്ട് വെട്ടാം, അല്ലെങ്കിൽ 4 കൊണ്ട് ഹരിക്കാം. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1. 24നെ 4 കൊണ്ട് ഹരിച്ചാൽ 6. അങ്ങനെ ആ ഒന്നാമത്തെ ഭാഗം മൊത്തവും കൂടെ ചെയ്തപ്പോൾ നമ്മൾക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 6. കഴിഞ്ഞിട്ടില്ല. അടുത്തതിലേക്ക് വാടാ കുഞ്ഞുങ്ങളെ. 25ഉം 100ഉം കൂടെ വെട്ടിയാൽ 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100. 25ന്റെ 4ാമത്തെ ഗുണിതമാണ് 100. അതേപോലെ 4ന്റെ 8ാമത്തെ ഗുണിതമാണ് 32. 4ന്റെ 8ാമത്തെ ഗുണിതമാണ് 32. വേറെ ഒന്നും വെട്ടാൻ ഇനി അവിടെ ഒന്നുമില്ല. 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ 6 + 8 എന്ന് വന്നു. തീർന്നിട്ടില്ല. മൈനസ് ചിഹ്നം കൊടുക്കുക. മൈനസ് ചിഹ്നം കൊടുത്തിട്ട് ഇനി ബാക്കിയുള്ളതും കൂടെ ചെയ്തേ. ദാണ്ടെ ഇങ്ങോട്ട് നോക്കിക്കേ. 100ന്റെ 0ഉം 350ന്റെ 0ഉം കൂടെ കളഞ്ഞു. താഴെ കിടക്കുന്ന ഈ 10ഉം ഈ കിടക്കുന്ന 35ഉം കൂടെ 5 കൊണ്ട് വെട്ടാം. 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞ അർത്ഥം 5 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 വരും. 35നെ 5 കൊണ്ട് ഹരിച്ചാൽ 7 വരും. ഒന്നും കൂടെ പറയാം. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2. എടാ 35നെ 5 കൊണ്ട് ഹരിച്ചാൽ 7 വരും. താഴെ കിടക്കുന്ന ഈ 2ഉം ഈ 14ഉം കൂടെ 2 കൊണ്ട് വെട്ടാം. 2ന്റെ 7ാമത്തെ ഗുണിതമാണ് 34. 2ന്റെ 7ാമത്തെ ഗുണിതമാണ് 34. ദാണ്ട നോക്കിക്കേ. 7ഉം കൂടെ ഗുണിച്ചാല് 7ഉം കൂടെ ഗുണിച്ചാൽ 49 എന്ന് വന്നു. സ്റ്റോപ്പ് ചെയ്യുക. ഇനി എല്ലാം കൂടെ ഒന്ന് പിടിച്ചാട്ടെ. ആഞ്ഞുപിടി. 6ഉം 8ഉം കൂടെ കൂട്ടി എത്ര? 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ 14 ആണോ? 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ 14. ആ 14ന്ന് 49 കുറയ്ക്കണം. നമുക്കറിയാം സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണ്. ഒരാള് പ്ലസും ഒരാള് മൈനസും. സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. സംഖ്യകൾക്ക് വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. 49ന്ന് 14 കുറച്ചാൽ 35. വലുതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ഉത്തരം -35 ആയിരുന്നു റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചു പോയ മറ്റൊരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഇങ്ങനെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കണക്കില്ലാതെ ചെയ്ത് പഠിക്കണം. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആകാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പതിയെ പോകാം. PSC ചോദിച്ചു മാറിയ 2024 ചോദിച്ചു പോയ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരാള് 784 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു. 784 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു. അതിൽ GST 12% ഉൾപ്പെടുന്നു. 12% GST ആണെന്ന് ചോദ്യകർത്താവ് പറയുന്നു. GST ചേർക്കുന്നതിന് മുമ്പ് ആ സാധനത്തിന്റെ വില എത്ര? GSTക്ക് മുമ്പേ ഉള്ള വില എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ 784 എന്ന് പറഞ്ഞാല് എടാ കുഞ്ഞുങ്ങളെ GSTക്ക് ശേഷമുള്ള വിലയല്ലേ? GSTക്ക് ശേഷമുള്ള വിലയാണ് 784 എന്ന് പറയുന്നത്. അപ്പൊ 784 എന്ന് പറഞ്ഞാല് 12% GST ഉൾപ്പെടെയുള്ള വിലയാണ്. 12% GST ഉൾപ്പെടെയുള്ള വിലയാണ് 784 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലായ്പ്പോഴും ഒരു സാധനത്തിന്റെ തുടക്ക വില എന്ന് പറയുന്നത് എപ്പോഴും 100%. എപ്പോഴും ഏതൊരു സാധനത്തിന്റെയും തുടക്കത്തിലെ വില എന്ന് പറയുന്നത് 100%. അതിൻ്റെ കൂടെ ഒരു 12% GST കൂടി വന്നു കഴിഞ്ഞാൽ
ഏതൊരു സാധനത്തിന്റെയും തുടക്കത്തിലെ വില 100%, അതിന്റെ കൂടെ 12% GST കൂടി വരികയാണെങ്കിൽ മൊത്തത്തില് 112% ആകത്തില്ലേ? ആകത്തില്ലേടാ? 112% ആകും. അപ്പോൾ ആ 112% ഏത്? 784. 112% 784. നിങ്ങൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കിയേ. ഒരു സാധനത്തിന്റെ തുടക്കത്തിലെ വില 100%, അതിന്റെ കൂടെ ഒരു 12% GST കൂടി ചേരുമ്പോൾ 112% മാറും. ആ 112%-നാണ് ആ സാധനം വാങ്ങിച്ചത് എന്ന് ചോദ്യകർത്താവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 784 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ 12% GST കൂടി ഉണ്ടെങ്കിൽ, എടാ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, 784 എന്ന് പറയുന്നത് 112% മനസ്സിലാക്കുക. കണ്ടുപിടിക്കേണ്ടത് GST ചേർക്കുന്നതിന് മുമ്പ് ആ സാധനത്തിന്റെ വില എത്ര എന്നാണ് ചോദ്യം. അതായത് GST ചേർക്കുന്നതിന് മുമ്പുള്ള വില എത്ര എന്നാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും GST ചേർക്കുന്നതിന് മുമ്പുള്ള വില 100% അല്ലേ? GST 12% ചേർത്തപ്പോഴാണ് 112 ആയത്. അപ്പോൾ GST ചേർക്കുന്നതിന് മുമ്പുള്ള വില എത്ര എന്ന് ചോദിച്ചാൽ അത് 100% അല്ലേ? അപ്പോൾ 100% അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ 100% കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. 100% കണ്ടുപിടിക്കേണ്ടത്. താണ്ടേ 112% 784 ആണെങ്കിൽ 100% എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ താണ്ടേ 100% കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്തുവാ? ക്രോസ് ആയിട്ട് ഗുണിക്കും. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക, ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി നമ്മൾ പലതവണ ക്ലാസ്സിൽ പറയാറുണ്ട്. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത് 100ഉം 784 ആണ്. 1 എണ്ണം ഉള്ളത് 112. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് 100ഉം 784 ആണ്. 1 എണ്ണം ഉള്ളത് 112. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇതാണ് നോക്കിക്കേ. താഴെ കിടക്കുന്ന 112ഉം മുകളിൽ കിടക്കുന്ന 784 കൂടെ കൃത്യമായിട്ട് വെട്ടിപ്പോകാൻ പറ്റും. കാരണം ഓപ്ഷൻ നോക്കുമ്പോൾ എവിടെയും പോയിന്റ് ഉള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ 112ന്റെ ഏതോ ഒരു ഗുണിതമാണ് 784 എന്ന് ആലോചിക്കണം. 112ന്റെ എത്രാമത്തെ ഗുണിതമാണ് 784? ഇവിടെ 2, അവിടെ 4. 2 4 ആകണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. 112നെ 2 കൊണ്ട് ഗുണിച്ചാൽ ഒരിക്കലും 784 കിട്ടത്തില്ല. പിന്നെ 2 4 ആകണമെങ്കിൽ 2 × 7 14. 7 കൊണ്ട് ഗുണിച്ചാൽ മതി. നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 112ന്റെ 7ാമത്തെ ഗുണിതമാണ് 784 എന്ന് കിട്ടും. അതായത് 112നെ 7 കൊണ്ട് ഗുണിച്ചാല് കൃത്യം 784 കിട്ടും. ഇനി ദാണ്ടെ ഈ കിടക്കുന്ന 7ഉം ഈ കിടക്കുന്ന 100ഉം കൂടെ ഗുണിച്ചാൽ 7 × 100 700. ഓപ്ഷൻ സി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിലേക്ക് GST കൂടി ചേർത്ത് കഴിഞ്ഞാൽ അതുകൂടെ കൂട്ടിയെടുക്കുക. 6% GST ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാല് 106%. 8% GST ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാല് 108%. 10% GST ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ 110%. തുടക്കത്തിലെ വില എല്ലായ്പ്പോഴും 100% ആയിരിക്കും. എല്ലായ്പ്പോഴും 100% ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ദാണ്ടെ മറ്റൊരു പ്രീവിയസ് ഇയർ ചോദ്യമാണ് ബോർഡിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. എടാ കുഞ്ഞുങ്ങളെ, ഒരു സംഖ്യയുടെ 10% കണ്ടുപിടിക്കാൻ ഒരു 0 വെട്ടിയാൽ മതി. 1% കണ്ടുപിടിക്കണമെങ്കിൽ 2 0 വെട്ടണം. അപ്പൊ അത് കാണാതെ അങ്ങ് പഠിച്ചു വെക്കുക. ഏതൊരു സംഖ്യയുടെയും 10% കണ്ടുപിടിക്കണമെങ്കിൽ ഒരു 0 വെട്ടുക.
1% കണ്ടാൽ മതിയെങ്കിൽ 2 വെട്ടുക. അങ്ങനാണെങ്കിൽ എന്റെ ചോദ്യം ദാണ്ടെ 5000 എന്ന് പറയുന്ന ഒരു സംഖ്യ ചുമ്മാ ഇട്ടതാ. 5000 എന്ന് പറയുന്ന സംഖ്യയുടെ 10% എത്ര എന്ന് ചോദിച്ചാൽ 1 വെട്ടിയിട്ട് 500 എന്ന് പറയണം. 5000ന്റെ 1% എത്ര എന്ന് ചോദിച്ചാൽ 2 വെട്ടിയിട്ട് 50 എന്ന് പറയണം. ഇതൊന്നും ഒരിക്കലും മറന്നു പോകാൻ പാടില്ല, മറന്നു പോകരുത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. നമുക്ക് വേണ്ടത് 400ന്റെ 22.5% വേണ്ടത്. 400ന്റെ 22.5% വേണ്ടത്. എല്ലാവർക്കും അറിയാം 400ന്റെ 10% എത്ര? എടാ 400ന്റെ 10% എന്ന് പറയുന്നത് 400ന്റെ 1 വെട്ടുക, 400ന്റെ 1 വെട്ടിയാൽ 40. 400ന്റെ 10% 40 ആണെന്ന് മനസ്സിലായി. അപ്പൊ വീണ്ടും ഒരു 10% കൂടെ പിടി. അപ്പൊ വീണ്ടും ഒരു 10% കൂടെ പിടിച്ചാൽ വീണ്ടും ഒരു 40. അപ്പൊ നമുക്ക് എത്ര ശതമാനമായി? 10 10 20% ആയില്ലേ? നമുക്ക് 22.5 അല്ലേ വേണ്ടത്? 20 അല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ 2.5യിലേക്ക് ചാടാന് 1% കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 1% കണ്ടുപിടിക്കണമെങ്കിൽ 2 വെട്ടണം. അപ്പോൾ 400ന്റെ 1% എത്ര എന്ന് ചോദിച്ചാല് 2 വെട്ടുക, ഉത്തരം 4. 400ന്റെ 1% 4 ആണെന്ന് മനസ്സിലായി. വീണ്ടും 1% കൂടെ പിടിക്കുക. എടാ 1% 4 ആണെന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മൾ നോക്കിയേ, 10%, 10%, 1%, 1%, 10 10 20, 20 1 21, 21 1 22% സെറ്റായി. പക്ഷേ 22% അല്ല വേണ്ടത്, 22.5% വേണ്ടത്. എടാ കുഞ്ഞുങ്ങളെ, 1% 4 ആണെങ്കില് 1% 4 ആണെങ്കില് 0.5% എത്ര എന്ന് ചോദിച്ചാല് നമ്മൾ പറയും 4ന്റെ പകുതി 2. 1% 4 ആണെങ്കില് 0.5% 2 ആണെന്ന് മനസ്സിലായി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 22.5% കിട്ടത്തില്ലേ? 10%വും 10%വും കൂടെ ചേരുമ്പോൾ 20% വരും. 20%ത്തിന്റെ കൂടെ 1% കൂടെ കൂട്ടിയാൽ 21 വീണ്ടും 1% കൂടെ കൂട്ടിയാൽ 22 വീണ്ടും 0.5% കൂടെ കൂട്ടിയാൽ 22.5 സെറ്റ്. 40 40 കൂടെ കൂട്ടിയാൽ 80, 80 4 84, 84 4 കൂടെ കൂട്ടിയാൽ 88, 88ന്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 90. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിച്ചിരിക്കുന്ന ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റീസെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതിലെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ 2ാമത്തെ ഭാഗം നമ്മൾ തൊട്ടടുത്ത ദിവസം നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശതമാനം എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റീസെന്റ് ആയിട്ട് പരീക്ഷകളിൽ ചോദിച്ചു പോയ ചില ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനലിന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പരീക്ഷ വളരെ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ പരീക്ഷ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബാച്ചുകൾ പരീക്ഷയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത്തരത്തിലെ കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഏറ്റവും പുതിയ ബാച്ചുകളാണ് നമ്മൾ CCL ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകളുടെ പ്രത്യേകത, ലൈവ് ക്ലാസ്സുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. മാത്രമല്ല മാത്സിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുതൽ സിലബസിലെ മുഴുവൻ കാര്യങ്ങളും വൃത്തിയായിട്ട് പഠിപ്പിച്ചുകൊണ്ടായിരിക്കും വിടുക. അതായത് മാത്സ് നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ പോലും നമ്മളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഒരു 18 മാർക്ക് അല്ലെങ്കിൽ 19 മാർക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥിരമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ എക്സ്പ്ലനേഷനും അതേപോലെ എക്സാമുകളും ഒക്കെ ഉൾപ്പെടെയുള്ള
വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനുമായിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരം ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാവുന്നതാണ്. അപ്പൊ ആ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ബാക്കി ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം.